നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ആയിരക്കണക്കിന് എപ്പിസോഡ് പിന്നീട് അല്ലെങ്കിൽ നൂറുകണക്കിന് എപ്പിസോഡ് പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രോഗ്രാമായ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിനെ സ്നേഹിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവിധ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇനിയും നമ്മുടെ പ്രോഗ്രാം കണ്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് കൂടി നമ്മൾ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. അതിലുപരി നമുക്ക് ഒരുപാട് അവയർനെസ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാണ്ട്, അപ്പോൾ പുതിയ കുട്ടികളിലേക്കൊക്കെ ഇത് എത്തിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ കിട്ടുന്ന എപ്പിസോഡിൽ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും പക്കലെത്തിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്, എന്തായാലും ഇന്ന് നമ്മുടെ അന്നത്തെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ നമ്മുടെ പേട്ടയ്ക്കടുത്ത് നമ്മുടെ ആനേറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, ഒരു വീടിൻ്റെ പണി നടക്കുന്ന സ്ഥലത്ത് പ്രിയപ്പെട്ട സുഹൃത്ത് മാത്രമേ ഉണ്ടായിരുന്ന, വീട്ടിൽ ആളില്ല, അവർ വിദേശത്താണ്. അപ്പോൾ പണി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഉച്ച എന്തോ വെള്ളം കുടിക്കാൻ എന്താ അല്ലെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് മതിലിൽ കൂടി ഒരു സാധനം പടക്കോനെ താഴെ വീണെന്ന് പറഞ്ഞു. പുള്ളിക്ക് പേടിച്ചു. പുള്ളിക്ക് ഭയങ്കര ഒരു ഹാർട്ട് ബീറ്റ് കൂടിയത്. പുള്ളി കണ്ടില്ല, പുള്ളി നടന്നു വരുമ്പോൾ പുള്ളിയുടെ അടുത്താണ് വീഴുന്നത്. അപ്പോൾ പുള്ളി ഉടനെ എന്നെ വിളിച്ച്, പുള്ളി അപ്പോൾ ഇത് എഴഞ്ഞു വന്ന് അപ്പുറത്തൊരു സ്ലാബിൻ്റെ അടി ഇരിപ്പുണ്ട്, ഓപ്പണായിട്ട് ഇരിക്കുക എന്നുള്ള പറയാം. ഹലോ, എന്താ മോളുടെ പേര്? ഋഷിക. കിടുക്കാച്ചി പേരാണ്. എന്താ മോളുടെ പേര്? സിയ. കിടുക്കാച്ചി പേരാ. എന്താ പേര്? ജിത്തു. നമസ്കാരം. നിങ്ങളാണ് വിളിച്ചല്ലേ? എന്താ പേര്? എൻ്റെ പേര് മുഹമ്മദ് ജുനിയർ. എവിടെയാണ്? ഇതെന്ത് ഇങ്ങനെ ജന്മന ഉള്ളതാണ്? കളർ ചെയ്യുന്നല്ലേ? ഇവിടെ എന്താ പണി നടക്കുന്നത്? നമുക്ക് വാട്ടർ പ്രൂഫിന്റെ പണി നടക്കും. ഇത് എവിടെ കണ്ടെന്ന് പറഞ്ഞേ? ഇത് ആ സൈഡിലാണ്. കാപ്പി കുടിച്ചിട്ടുണ്ടോ? അയ്യോ, അതോ എഴഞ്ഞു പോണല്ലേ? എഴഞ്ഞു പൊക്കോണ്ടോ? ഓപ്പൺ ആയിരുന്നു. ഒരു കിടുക്കാച്ചി സാധനം, സൂപ്പർ സാധനം. നോക്കിയതാ, ഇവിടെ തന്നെയാണോ കണ്ടത് മുഹമ്മദ്? ആടി ഈ മതിലിൽ കൂടെയോ? അപ്പുറത്ത് ഇപ്പുറത്തോട്ട് വീഴുന്നോ? എൻ്റെ മുഹമ്മദ് കണ്ടതെന്ന് എന്തെന്നറിയാം, ഇതിൻ്റെ സൈസ് നോക്കി. ഇതിൻ്റെ സൈസ് നോക്കി, 1.5 സൈസ്. ഇത് 1.5 എന്നല്ല പറയേണ്ടത്, ഇത് 24. ഇതൊന്നും കടിക്കണ്ട, ഇതൊന്നേ നമ്മളെ കടിക്കണ്ട. നമ്മൾ കണ്ട നമ്മൾ അറ്റാക്കും ചത്തു പോകും മുഹമ്മദേ. ഇതിന് മുന്നേ നിങ്ങൾ എത്ര ദിവസം നിങ്ങളുടെ പണിക്ക് വന്നിട്ടപ്പോൾ ഈ മതിൽ കയറി വീഴുന്ന നിങ്ങൾ കണ്ടോ? സൗണ്ട് തറ വീണപ്പോഴാണ് കണ്ടത്. എൻ്റെ മുഹമ്മദ്, ഇത് നല്ല സൈസുള്ള ഫീമെയിൽ പെണ്ണാണ്. ഇതൊക്കെ മുട്ടയിട്ട് കഴിഞ്ഞാൽ ഒരു 40-50 മുട്ടയൊന്നും ആയിരിക്കത്തില്ല. ഇതിന് സൈസ് നോക്കി. നമ്മൾ ഈ കണ്ടത് ഒരിക്കലും ഒരു രക്ഷയില്ല. നോക്കി എന്ത് സൈസാ. എനിക്ക് നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും സൈസുകൾ അതിഥി കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. നോക്കി എൻ്റെ ഉശിരി നോക്കി, എന്ത് ചാർജ് നോക്കി. അടിപൊളി, ഒരു രക്ഷയില്ല. നോക്കി പരമാവധി നോക്കി. ഇതിപ്പോൾ നമ്മൾ ഇത്രയാണ്. ഇപ്പോൾ 1.5 അടിക്ക് മേളിൽ എണീറ്റു. കണ്ടോ? 1.5 അടിക്ക് മേളിൽ. ഇനി അത് കൂടുതൽ എണീക്കും. ഇതിപ്പോൾ 1.5 അടി എണീറ്റിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഫുൾ എണീക്കണമെന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു 2 അടിക്ക് മേളിൽ എണീക്കാം. ഇതിപ്പോൾ എന്തായാലും ഇത് എനിക്കൊന്നും ഇനി ഫുഡ് വല്ലതും കഴിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. എന്ന് വെച്ചാൽ അത് എൻ്റെ എഴിച്ചിലോ കണ്ടിട്ട് അതിൻ്റെ മറ്റ് ഏതെങ്കിലും പാമ്പ് വർഗ്ഗങ്ങളെ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതുകൂടി എനിക്ക് സംശയമുണ്ട്. ഇതുണ്ടോ അമ്മോ, എണീറ്റ് നോക്കി. ഇത് നോക്കിയാൽ ഇത് നമ്മൾ സാധാരണ നമുക്ക് കാണുന്നത് രാജവമ്പലിനെ ഇങ്ങനെ 3 എണീറ്റിരിക്കുന്നത്. ഇത് നോക്കി ഫുൾ എണീക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളും രാജവമ്പൽ എണീക്കണൊക്കെ അടിക്കുന്നത് കേട്ടോ. പക്ഷെ ഒരു കുഴപ്പമുള്ളതെന്നറിയാം, ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ബൈറ്റ് അങ്ങനെ ആർക്കെങ്കിലും സാധാരണക്കാർക്ക് കിട്ടിയാൽ 100ൻ്റെ പണിയായിരിക്കും. അത്രയ്ക്ക് നല്ല ആരോഗ്യമുള്ള, പടമൊക്കെ പൊഴിച്ചിട്ട് നല്ല ഭക്ഷണം തേടി ഇറങ്ങിയ അതിഥിയാണ്. ഹൈറ്റിലായിരുന്നു. രാജവമ്പാല തോറ്റു.
നോക്കിയാൽ ഒരു 3 അടിയുള്ള ഹൈറ്റ് പൈപ്പുണ്ട്. ആ പൈപ്പിൻ്റെ അതേ ഹൈറ്റിലാണ് വേണ്ടിയിരിക്കുന്നത്. പൈപ്പിൻ്റെ അതേ ഹൈറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ അത്രയ്ക്ക് അദ്ദേഹം വേണ്ട പൈപ്പിൻ്റെ ഹൈറ്റായി 3 അടിയാണ് ആ പൈപ്പ് ഹൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ആ 3 അടിയുടെ അത്രയും എണീറ്റ് നിൽക്കുന്നു. അതുകൊണ്ടാ ഇങ്ങനെ ആടി നിൽക്കണം നോക്കിയാൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി എണീറ്റ് നിൽക്കണം നോക്കിയാൽ. സൂപ്പർ, ഒരു രക്ഷയില്ല. ആ പൈപ്പിൻ്റെ ഹൈറ്റ് വന്നു നോക്കിയേ, അടിപൊളിയായി. അടിപൊളി. നോക്കിയേ, എന്നെക്കാൾ ഹൈറ്റ് ഉണ്ട്. ഞാൻ തന്നെ 5'9" ഉണ്ട്. കറക്റ്റ് 6 അടി നീളമുണ്ട്. ഒരു 12-13 വയസ്സ് പ്രായം വരും. നല്ല ഒത്തൊരു ഫീമെയിൽ. എനിക്ക് തോന്നുന്നില്ല അത് ഈ അടുത്ത കാലത്തൊന്നും ഇണ ചേർന്നിട്ടുണ്ട് മുട്ടയിട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് ജുനീർ DJ കാരനാണ്. അപ്പോൾ മുഹമ്മദിൻ്റെ ആ ഒരു കോളിലാണ് നമുക്കിന്ന് ഈ അതിഥി നമുക്ക് മുന്നേ നമ്മളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ മുന്നേ മുഹമ്മദ് ചാക്കിങ് തരാമോ? അപ്പോൾ നമ്മൾ എന്തായാലും ആദ്യം ഇവനെ മൂലക്കിരിക്കണം, അവനെ ചേർത്ത് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് സമയങ്ങളല്ല, ഇനി ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ആനയിറത്ത ദൗത്യം കഴിഞ്ഞു. എന്നാലും ഇനി അടുത്ത ഒരു അതിഥിയെ തേടി, മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ അതിഥിയെ എടുത്തുകൊണ്ട് ആനയിറ നിൽക്കുമ്പോൾ ഒരു അദമ്മൻ മൂർഖനെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അടുത്ത കോള് കഠിനംകുളത്തിനടുത്തൊരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ പുറകിൽ ഷെഡിനകത്ത് ഒരു അതിഥി കയറിപ്പോയെന്ന് പറഞ്ഞു. നമ്മൾ പെട്ടെന്ന് തന്നെ വന്നു. എന്തായാലും ആ സമയങ്ങളെല്ലാം ആ വീട്ടിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നിൽ അവർ കാത്തു നിൽക്കുകയാണ്. നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണെന്ന്. പോകാം നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്ത്. ആ, സുഖമായിരിക്കുന്നല്ലോ. ഈ വീട്ടിലെ ആളാണോ അവിടുത്തെ ആളാണോ? അവിടുത്തെ ആൾ. എന്ത് ചെയ്യുന്നു? പഠിക്കുന്നോ? എന്തിനു പഠിക്കുന്നു നമ്മൾ? BCom. എവിടെയാ? MGM. ശരി. ഇവിടെ ആളില്ലേ? ഹലോ, നമസ്കാരം. സുഖം? എന്താ പേര്? സോജു. ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞവനെ? അവിടെ. ഓഹോ. അവിടെ ഞാൻ ഇതിൽ രണ്ടോട്ട് ഇറങ്ങി. ഇറങ്ങിയപ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് ബ്ലോക്ക് ചെയ്തു. പോയിട്ടില്ല? പോയിട്ടില്ല. ആ സമയത്ത് ഇതിനകത്തുണ്ട്. എന്താണെന്ന് കണ്ടായിരുന്നോ? പക്ഷെ നീളമുണ്ട്. ഈ ഒരു കളറാണ്. ഈ മണ്ണിന്റെ ഉള്ളത് അല്ല, ഈ ചോരന്റെ. ചോരന്റെ നീളമുണ്ട്. കത്തിയൊന്നും എടുത്ത് കണ്ടില്ല. ഇല്ല. നല്ല സ്പീഡായിരുന്നോ? പോയിട്ടില്ലെന്ന് ഉറപ്പ്. ഓക്കെ. ബ്ലോക്ക് ആക്കി. ഓക്കെ. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. അവർ പുള്ളിക്കാരൻ കറക്റ്റായിട്ട് കണ്ടു. 2 പേര് ഇവിടെ തന്നെ നിന്നു. പോയിട്ടില്ല എന്ന് ഉറപ്പ് പറയുന്നുണ്ട്. പുള്ളി പറഞ്ഞ് ഇവിടെ കയറിയെന്നാണ് പറഞ്ഞു. പക്ഷെ ഇവിടെ കാണുന്നില്ല. ഈ ചാക്കിനടി കയറുന്നുണ്ട്. പക്ഷെ ചാക്കിനടി കാണുന്നില്ല. പിന്നെ എൻ്റെ അടിയിൽ വല്ല മാളം ഉണ്ടോയെന്ന് അറിയില്ല. നമ്മളെന്തായാലും ഇവിടെ അത്രയും നോക്കി. പുള്ളി പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് അണലിയും മൂർഖനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും ആവാം.
90% സാധനങ്ങൾ മാറ്റി അത് കാണുന്നില്ല. പക്ഷെ ആ സമയം തൊട്ട് ഇവർ ഇവിടെ ഉണ്ടെന്നുണ്ട്. പിന്നെ ഹൈറ്റ് കുറവാണ്. പേരയൊക്കെ ആണെങ്കിൽ ഈ ഹൈറ്റിൽ കൂടെ ചുമ്മാ ഇറങ്ങി പോകും. പേരയാണെങ്കിൽ കൃത്യമായിട്ട് ഈ ഹൈറ്റിൽ കൂടെ ഈ മതിലിൽ കൂടെ ഇറങ്ങി അപ്പുറത്ത് പോകാം. പക്ഷേ ഇതിപ്പോൾ അവരൊന്നും അങ്ങനെയൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു. എന്താ ഒരു സാധനം ഇങ്ങോട്ട് വരുന്നുണ്ട്, കണ്ടില്ല. ഒരു അനക്കം കരിയിലട. ആ ഓക്കെ, ഇതവിടെ ഉണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞ എന്തായാലും വെറുതെ ആയില്ല. ഇവിടെ എന്തോ അനങ്ങുന്നുണ്ടല്ലോ, അത് അതിൻ്റെ ഇടയിൽ തെരുവിൻ്റെ നോക്കി നിൽക്കണേ. ഇവിടെ എന്തോ അനങ്ങുന്നുണ്ട് അതിൻ്റെ ഇടയിൽ, ഈ കരിയിലേക്ക് ഇടയിൽ. ഇതാണ്ടാ ഇവിടെ ഇതാ നോക്കി, ഇത് കാണാം. കണ്ട ചെറുതായിട്ട് കണ്ടോ, കണ്ടോ കണ്ടുണ്ടോ, ഇതാ കണ്ട. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ്റെ കാൽക്കുലേഷൻ തെറ്റിയില്ല. പുള്ളിക്കാരൻ പക്ഷേ ആ കളർ പറഞ്ഞെങ്കിലും അത്ര കണ്ട ആ കളറല്ല. എന്നാലും ഒരു 3 വയസ്സോളം പ്രായം വരുന്ന നല്ലൊരു ഒത്ത മൂർഖൻ പറഞ്ഞാൽ അത്ര ആരോഗ്യമൊന്നും ഇല്ലാത്തൊരു ചെറിയ കോബ്ര മൂർഖ ഇതായിരിക്കും. വേണ്ട ഒരു കുഞ്ഞൻ, അത്ര വലുതൊന്നുമല്ല. കണ്ടോ, അത്ര വലുതൊന്നും അല്ലാത്ത ഒരു കുഞ്ഞു മൂർഖൻ. ഏകദേശം 3 വയസ്സിനടുത്ത് പ്രായം വരുന്ന മൂർഖൻ. ചുണ്ടിൽ ലെഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, കണ്ണെഴുതിയിട്ടുണ്ട്, പൊട്ട് കെട്ടിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. എന്തായാലും സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ വിറകുവരയ്ക്കകത്ത് വന്ന് കയറിയ 3 വയസ്സോളം പ്രായമുള്ള അദ്ദേഹം മാത്രം ഈ ഒരു പ്രത്യേകിച്ചുള്ള ഈ കഠിനംകുളം മേഖല, ഈ ഒരു മേഖലയിൽ പണ്ട് എനിക്ക് തോന്നുന്നു 15 വർഷങ്ങൾക്ക് മുന്നേ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട അന്നത്തെ ജന്തുശാസ്ത്ര വിഭാഗത്തിൻ്റെ ഉമ്മൻ സാറിൻ്റെ വിങ്ങിൽപ്പെട്ട ഡോക്ടർ ദിലീപ് അവറുകളും ഞാനും നമ്മളെ മരിച്ച പട്ടത്തുള്ള ബൈജു അവരുമായിട്ട് ചേർന്നിട്ട് ഇവിടെ ഒരുപാട് അണലിയുടെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 ടീമായിട്ട് തിരിഞ്ഞ് ഞങ്ങളിവിടുത്തെ പറമ്പുകൾ സെർച്ച് ചെയ്ത് പാമ്പിനെ പിടിക്കുന്നൊരു വീഡിയോ എടുത്തു. അപ്പോൾ ഈ പാമ്പ് ഇഴഞ്ഞു പോയ പാടുകൾ നോക്കിയിട്ട് മണലായതുകൊണ്ട് ഇഴഞ്ഞ പാട് നോക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് മറ്റു 2 ടീമുകൾക്ക് വേറൊന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് കൂടെ ഞാനും കൂടെ എല്ലാവരും കൂടെ വന്നു. അപ്പോൾ നമ്മൾ പോകുന്ന ഈ പാതകൾ നോക്കിയെടുത്തു. അപ്പോൾ ഇവിടെ അണലിയുണ്ട്, മൂർഖനുണ്ട്, ശംഖുവരനുണ്ട്, വില്ലൂന്നിയുണ്ട്, ചേരയുണ്ട്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം, നീർക്കോലിയുണ്ട്, ഇങ്ങനെയുള്ള ഐറ്റംസ്, ഒരു ചുവർപ്പാമ്പുണ്ട്, ഇങ്ങനെയെല്ലാം ഇവിടെ ഉള്ളൊരു സ്ഥലമാണ് ഈ ഒരു മേഖല. നമ്മൾ ഇത് ഈ മേനംകുളം ഈ കഠിനംകുളം ഭാഗം നമ്മുടെ തൊട്ട് കുറച്ചപ്പുറത്തേക്ക് കടൽ മേഖലയാണ്. കുറച്ചും കൂടി ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. അപ്പോൾ ഇവിടെയൊക്കെ പറമ്പുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ആൾക്കാരൊന്ന് വീടൊക്കെ വാങ്ങി സ്ഥലമൊക്കെ വാങ്ങി വീട് വെച്ച് തുടങ്ങിയപ്പോൾ പറമ്പൊക്കെ ക്ലീൻ ആയപ്പോൾ ഇവർക്ക് കിടക്കാനുള്ള സാഹചര്യങ്ങളില്ല, സൗകര്യമില്ല. അപ്പോൾ ഉള്ള സ്ഥലത്ത് ഇപ്പോൾ ഇത് ഇത്രയും വിറവ് കിടന്നുകൊണ്ടാണ് ഇവിടെ കയറിയിരുന്നത്, അല്ലെങ്കിൽ അതങ്ങ് പോയാൽ. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിന് വേറെ വീട് നോക്കി 2 പത്തിയും 2 നോക്കി നമ്മളെ രാജഗോപാലിൻ്റെ പത്തി പോലെ ഉണ്ടോ, നല്ല. ഇപ്പോൾ ഏകദേശം അദ്ദേഹത്തിന് ഒരു 3 അടി നീളമുണ്ട്. ഏകദേശം ഒരു 1.5 അടിയിലേക്ക് മേളിൽ അത് എണീറ്റിട്ടുണ്ട്. നോക്കിയേ, 1 അടിക്ക് മേളിൽ അത് എണീറ്റ് പത്തി, ചെറിയ പത്തി, ഫീമെയിലാണ്, പെണ്ണതിഥിയാണ്. നോക്കില്ലോ, ഇതിന് തൊട്ട് മുന്നേ അനേറുന്ന പിടികൂടിയ പാമ്പിനെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അത് നല്ല സൈസ്, ഏകദേശം 12-13 വയസ്സ് പ്രായമുണ്ട്, 6 അടിയോളം നീളമുണ്ട്. അത് എണീറ്റുന്നുണ്ട്, തറയിൽ നിന്ന് കറക്റ്റ് 3 അടി ഹൈറ്റിൽ അത് എണീറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു ഉദ്ദേശ കണക്കുള്ള മുന്നിലുള്ള ആൾക്കാർ പറഞ്ഞു 3 എണീക്കുന്നു, മൂർഖനെണീക്കുന്നു ആരും പറഞ്ഞില്ല. കിങ്കോബ്ര മാത്രം 3 എണീക്കുന്നുണ്ട്. പക്ഷേ ഇതും ഏകദേശം 3 2 എണീറ്റ്, പകുതിയോളം പകുതി 3 അടിക്ക് 3 അടിയുള്ളൂ. പക്ഷേ ഒരു 1.5 അടിക്ക് മേളിൽ അത് എണീറ്റിട്ടുണ്ട്. മറ്റത് അതുപോലെ ഹൈറ്റിൽ, പക്ഷേ 2 ഫീമെയിൽ, അതിൻ്റെ സൈസ് ഉണ്ട്, ആ സൈസ്. ഇതും 2 ഫീമെയിൽ പെണ്ണതിഥിയാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഇവരും ഈ വരുന്ന 2 മാസം കഴിയുമ്പോൾ ഇണചേരാനായിട്ടുള്ള സാധ്യത, 3 വയസ്സോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇണചേരാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത പ്രാവശ്യമൊക്കെ ആയിരുന്നു ഒരു 14 മുട്ടയോളം ഇടാനുള്ള കപ്പാസിറ്റി ഉള്ള അതിഥിയാണ് ഈ പെൺമൂർഖൻ അതിഥി. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് കളറിലാണ് നമുക്ക് മൂർഖന്മാരെ കാണുന്നത്. ഒരുപാട് ചെറിയ കളറിൽ നിന്ന് ഒരുപാട് കളറിൽ വേറെ വ്യത്യസ്തമായ കളറുകളിലാണ് മൂർഖൻ പാമ്പുകളെ കാണുന്നത്. ഇപ്പോൾ ഇദ്ദേഹം മിക്കവാറും എഴിഞ്ഞു പോകാനുള്ള പരിപാടിയാണ്. പക്ഷേ ആരോഗ്യശാലം കുറവുണ്ട്, എന്തോ ഒരു ശരീരത്തിനൊരു ശോഷിപ്പുണ്ട്. കവള് കണ്ട, കവള് വെച്ചിട്ടുണ്ട്, കവള് വാച്ചിട്ടുണ്ടാവും. കവള് ഇങ്ങനെ ഒരു സൈഡ് കണ്ട കടിക്കാൻ വേണ്ടി കണ്ട നോക്കി, കവള് വാനൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ട ഇപ്പോൾ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുന്ന കടി കറക്റ്റ് പോയിൻ്റ് ആയിരിക്കും. നോക്കി തുറന്ന് വെച്ച് നോക്കി, ഇതാ
അസുഖമൊന്നുമില്ല, വാ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പല്ലേയും ചെയ്യും. അപ്പോൾ നമുക്ക് അറിയാം ഏകദേശം 3 വയസ്സിന് അടുത്ത് 3 വയസ്സോളം പ്രായം വരുന്ന പെൺ മൂർഖനതി ഫീമെയിൽ കോബ്ര, സ്പെക്ടിക്കിൾഡ് കോബ്രയാണ്. നാജ നമുക്കിവിടെ ഒന്നേ ഉള്ളൂ. പക്ഷേ പല സ്ഥലത്തും പല കളറിൽ കാണുന്നതുകൊണ്ട് നമ്മൾ പല പേരുകളിൽ വിളിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ വർഷം ഇണചേരാനുള്ള അതിഥി കൂടിയാണ്. ചേട്ടാ ഒരു ബോട്ടിലിംഗ് തരാൻ പോട്ടെ. അറിയാമല്ലോ നമ്മുടെ നാട്ടിൽ ഒരുപാട് പാമ്പ് കടി ഒരുപാട് മരണം. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഒരുപാട് പേര് ഇപ്പോൾ കർണാടകത്തിലൊക്കെ ചില ഷൂ ഇട്ട സമയത്ത് പാമ്പ് പിടിച്ച് തമിഴ്നാട്ടിൽ മരണപ്പെട്ടു. ഷൂവിനകത്ത് നിന്ന് കടിയേറ്റ് മരണപ്പെട്ടു. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് കടി കിട്ടുന്നുണ്ട്. വാർത്തകൾ വരുന്നത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച മെഡിക്കൽ ഒരു ആവശ്യമായിട്ട് ഒരു പേഷ്യൻറ്റിനെ കാണാൻ വേണ്ടി പോയ സമയത്ത് അപ്പോൾ തന്നെ അന്ന് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 14-15 കളികൾ ഒരു 3-4 മണിക്കൂറിന് ഇടയ്ക്ക് ഗ്യാപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും കഠിനംകുളത്ത് അതിഥി 3 വയസ്സോളം പ്രായമുള്ള അതിഥിയെ ബോട്ടിലിട്ടാക്കി നമ്മൾ പ്രേക്ഷകർ കണ്ടു. പക്ഷേ ഇന്നത്തെ നമ്മുടെ യാത്രയ്ക്കിടയിൽ ആദ്യം കിട്ടിയ അതിഥി ഒരിക്കലും പെട്ടെന്ന് നമ്മൾ മറക്കാൻ സാധ്യതയില്ല. ആനേറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പുതിയ വീട്ടിലെ പഴയ വീടിൻ്റെ മെയിൻ്റനൻസ് പണി നടക്കുന്നതിനിടയിൽ ഒരു പണിക്കാരൻ മാത്രമേ ഉണ്ടല്ലോ. അദ്ദേഹം ഉച്ചയ്ക്ക് കാപ്പുടിച്ചിരിക്കുന്ന കറങ്ങി മതിലിൽ നിന്ന് താപ്പോട്ട് വീണ ഉദ്ദേശം കൃത്യം 6 അടിയോളം നീളമുള്ള നല്ല 13 വയസ്സുള്ള പ്രായമുള്ള നല്ല സൈസുള്ള നല്ലൊരു പെൺ മൂർഖൻ അതിഥിയായിരുന്നു. രണ്ടാമത്തെ അതിഥി കുഞ്ഞ് 3 വയസ്സുള്ള പ്രായമുള്ള നമ്മുടെ മൂർഖൻ അതിഥിയുടെയും നമ്മുടെ ആദ്യം പിടികൂടി 13 വയസ്സുള്ള മൂർഖൻ അതിഥിയുടെയും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നാക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി. നമസ്തേ.